പിന്നെ നമ്മളുടെ ബൾബ് കത്തി സീരീസിൻ്റെ ബയോളജിയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മളുടെ 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതിക്കായുള്ള സമസ്ഥിതിയും രാസസന്ദേശങ്ങളും. ഈ ചാപ്റ്ററിലുള്ള കാൽഷ്യം മെറ്റബോളിസം അല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബൾബ് കത്തിക്കാൻ പോകുന്നത്. ഓക്കെ, കാൽഷ്യമാണ് പഠിപ്പിക്കുന്നതെങ്കിലും നമ്മൾ ബൾബാണ് കത്തിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളോട് മിസ് ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഇഷ്ടമാണല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചോക്ലേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കഴിച്ചു, പിന്നെയും കൂടുതൽ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് എടുത്തു വെക്കും. കേടാകാതെ നമ്മളത് എടുത്തു വെക്കണമെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. നമ്മളുടെ കയ്യിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ തീർന്നു, നമ്മളുടെ കയ്യിൽ തീരെ ചോക്ലേറ്റ്സ് ഇല്ലാതെ ആകുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചെടുക്കും, എന്നിട്ട് നമ്മൾ കഴിക്കും അല്ലേ. ഇത് നമ്മൾ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നതാണ്. ചോക്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു സാധനമാണെങ്കിലും നമ്മളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്യും. കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തതെന്ന് തിരിച്ചെടുക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ട് ആ സാധനം ആക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബോഡിയിലുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മളുടെ കാൽസ്യത്തിൽ നമ്മളുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മളുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിലപ്പോൾ പറയുമായിരിക്കും, എത്രയാണ് നമ്മളുടെ രക്തത്തിലെ നോർമൽ സാധാരണ അളവ് കാൽസ്യത്തിൻ്റെത്? ഓക്കെ, കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ബ്ലഡിൽ രക്തത്തിൽ എത്രയാണ്? 9 to 11 mg/100 ml ആണ്. ഇത്രയുമാണ് എപ്പോഴും നമ്മളുടെ ബ്ലഡിൽ നോർമലായിട്ട് ഉണ്ടായിരിക്കേണ്ട കാൽസ്യത്തിൻ്റെ അളവ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും നമ്മളത് കുറച്ചിട്ട് ഇത്ര തന്നെ ആക്കണം. കൂടുക എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയായിട്ട് കൂടും? ഒരു 10 ഒരു 11 കൂടണം. ഒരു 15 ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് അപകടമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ച് നോർമലാക്കണം. ആൻഡ് കുറയുക എന്ന് പറയുമ്പോൾ 9 താഴണം. ഒരു 5 ആയിപ്പോയി കഴിഞ്ഞാലോ, അല്ല 8 ആയാലും 7 ആയാലും 6 ആയാലും ഒക്കെ പ്രശ്നമാണ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് ഈ നോർമൽ ലെവലിലേക്ക് എത്തണം. അഥവാ കൂടിക്കഴിഞ്ഞാലോ നമ്മളത് എങ്ങനെയെങ്കിലും കുറച്ചിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തണം. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് ഹോർമോൺസാണ്. നമ്മളുടെ രക്തത്തിൽ തന്നെ 2 ഡിഫറെൻറ്റ് ഹോർമോൺസാണ്. ആൻഡ് ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് 2 ഡിഫറെൻറ്റ് ഗ്ലാൻസ് ആണ്, അല്ലെങ്കിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഗ്രന്ഥികളാണ്. ഓക്കെ, അപ്പോൾ അത് ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ആരൊക്കെയാണ് നമ്മളുടെ രക്തത്തിൽ ഈ കാൽസ്യത്തിൻ്റെ അളവ് ഇങ്ങനെ കറക്റ്റ് അളവിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 2 ഗ്ലാൻസ് ആണ്. ഒന്നാണ് ഇരിക്കുന്നു നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത്, ബ്ലഡിലുള്ള നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg/100 ml ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഇതിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പഠിക്കുന്നില്ല, നമ്മൾ ഭയങ്കര കളിയൊക്കെ ആണെങ്കിൽ നമ്മളുടെ പാരൻസ് പറയും ഇത് കളി കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ. അതേപോലെ നമ്മളുടെ ബ്ലഡിലുള്ള രക്തത്തിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് കുറച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇവിടെ കൂടി. അപ്പോൾ നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ്, ഇതാണ് നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി. നമ്മളുടെ കഴുത്തിൻ്റെ ഇവിടേക്കായിട്ട് കാണുന്നതാണ്. ദിസ് ഈസ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി. ഈ തൈറോയിഡ് ഗ്രന്ഥി എന്താകും? ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് മനസ്സിലാവും രക്തത്തിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്, ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പം ഈ തൈറോയിഡ് ഗ്രന്ഥിയിലെ തൈറോയിഡ് ഗ്ലാൻഡ് ഒരു ഹോർമോൺ ഉണ്ടാക്കും. ഏതാണ് ആ ഹോർമോൺ? കാൽസ്യം ലെവൽ നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഹോർമോണാണ് കാൽസിട്ടോണിൻ. കാൽസിട്ടോണിൻ. ഈ കാൽസിട്ടോണിൻ എന്ത് ചെയ്യും? രക്തത്തിൽ നോക്കുമ്പോൾ, ബ്ലഡിൽ നോക്കുമ്പോൾ ഒരുപാട് കാൽസ്യം. അപ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് നേരത്തെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതുപോലെ കുറേയുള്ള കാൽസ്യത്തിനൊക്കെ പിടിച്ചിട്ട് നമ്മളുടെ ബോണിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മളുടെ ബോണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും.
എക്സസ് ആയിട്ടുള്ള കൂടുതലുള്ള കാൽഷ്യത്തിനൊക്കെ പിടിച്ചിട്ട് നമ്മളുടെ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അതിനിപ്പം നമ്മളുടെ ബ്ലഡിലാണ് കൂടുതൽ കാൽഷ്യം ഉള്ളത് അല്ലേ, നമ്മളാണെങ്കിൽ കൂടുതലുള്ളതിനെ കൊണ്ടുപോയി ബോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ബ്ലഡ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും അല്ലേ, ഇവിടെ ഇതിലൂടെയൊക്കെ നമ്മളുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ടാകും. അപ്പം ഇവിടെ കുറേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബോണും ബ്ലഡും കൂടി മിക്സ് ആവാൻ പാടില്ല. മിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ സ്റ്റോർ ചെയ്ത കാൽസ്യം വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും, ബ്ലഡിലെ കാൽസ്യം ലെവൽ കൂടും. അപ്പം 2 കാര്യങ്ങളാണ് നമ്മളുടെ കാൽസിറ്റോണിൻ ചെയ്യുന്നത്. ഒന്ന്, കൂടുതലായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തിനെ ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഓക്കെ, രക്തത്തിൽ കൂടുതലായിട്ടുള്ള കാൽസ്യത്തിനെ നമ്മളുടെ അസ്ഥികളിൽ സംഭരിക്കും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യും, രക്തവും ബോണും ഓക്കെ രക്തത്തിലുള്ളതും അതുപോലെ ബോണിലുള്ളതായിട്ടുള്ള കാൽസ്യം മിക്സ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യും. മിക്സായി പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, ഇവിടെയുള്ള കാൽസ്യം മുഴുവൻ ബ്ലഡിലേക്ക് തന്നെ വരും, ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് വീണ്ടും കൂടും. അപ്പോൾ ഈ 2 പരിപാടികൾ ചെയ്തിട്ട് ബ്ലഡിൽ ഇപ്പം എന്തായി, ബ്ലഡിലുള്ളതിനൊക്കെ ബോണിലേക്ക് മാറ്റി അല്ലേ. അപ്പോൾ രക്തത്തിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് നോർമലായിട്ട് എത്ര തന്നെ ആയി, 9 to 11 ആയി, സാധാരണ ലെവലിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല, ചോക്ലേറ്റ്സ് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി ഫ്രിഡ്ജിൽ നോക്കും, എന്നിട്ട് ഫ്രിഡ്ജിലുള്ള ചോക്ലേറ്റ് എടുക്കും അല്ലേ. അതേപോലെ നമ്മളുടെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വേഗം ഓടും. നേരത്തെ എവിടെയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുക? അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ, ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക, ഇവിടെ പാരാതൈറോയിഡ് ഗ്രന്ഥിയുണ്ട്. ഓക്കെ, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ 2 പെയർ, ഓക്കെ 2 പെയേഴ്സ് ഓഫ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഇതാണ് നമ്മളുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് നിങ്ങൾക്ക് കാണാം, ഒരു പെയർ അടുത്ത പെയർ, 2 പെയേഴ്സ് ആണുള്ളത്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡിന് മനസ്സിലാകും എന്തുണ്ടായിട്ടുണ്ട്, ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്തുണ്ടാക്കും, ഇവരുണ്ടാക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. പാരാതെർമോൺ പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കി. ഈ പാരാതെർമോൺ നോക്കും എങ്ങനെയെങ്കിലും കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ നോക്കുമ്പോണ്ട് കുറച്ച് ആൾക്കാരെ നേരത്തെ ബോണിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബ്ലഡിനോട് പറയും ഇനി ആരും ബോണിൽ സ്റ്റോർ ചെയ്യണ്ട, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ കാൽസ്യം ഇല്ല, അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ടുപോയി ബോണിൽ സ്റ്റോർ ചെയ്താലോ, അത് ശരിയാവില്ല. സോ പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺ, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കാൽസ്യം അസ്ഥികളിൽ സംഭരിക്കുന്നത് തടയും. ഓക്കെ, പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. രണ്ടാമതായിട്ട് കിഡ്നിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, കാൽസ്യത്തിനെ റീഅബ്സോർബ് ചെയ്യും, കാൽസ്യത്തിൻ്റെ പുനരാകിരണം കൂട്ടും. ഓക്കെ, അപ്പോൾ എന്തായി, ബ്ലഡിൽ കുറേ കാൽസ്യം ആയി, നമ്മൾ നോർമൽ ലെവലിലേക്ക് എത്തി. ഇങ്ങനെ നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡും പാരാതൈറോയിഡ് ഗ്ലാൻഡുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം ആരാ ചെയ്തത്, ആദ്യം നമ്മളുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയായിരുന്നു, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 9 to 11 mg/100 ml ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കൂടിയപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്തു, കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്തു. ഓക്കെ, ഈ കാൽസിറ്റോണിൻ എന്താ ചെയ്തത്, പ്രിവെൻറ്റ് ദ പ്രോസസ് ഓഫ് മിക്സിങ് കാൽഷ്യം ഫ്രം ബ്ലഡും അതുപോലെ തന്നെ ബോണുമായിട്ടുള്ള കാൽസ്യത്തിൻ്റെ മിക്സിങ് പ്രിവെൻറ്റ് ചെയ്തു. ദെൻ സ്റ്റോർസ് ദ എക്സസ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. എക്സസ് ആയിട്ട് നമ്മളുടെ രക്തത്തിലുള്ള ബ്ലഡിലുള്ള കാൽസ്യത്തിനൊക്കെ പിടിച്ച് ബോണിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ കൂടുതലുള്ള അളവൊക്കെ കുറഞ്ഞു, എത്രയായി, 9 to 11 ആയി. ഇനി കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ് വന്നത്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതെർമോൺ എന്താ ചെയ്തത്, നമ്മളുടെ കാൽസ്യത്തിനെ കിഡ്നിയിൽ നിന്ന് റീഅബ്സോർബ് ചെയ്തു ബ്ലഡിലേക്ക്. അപ്പോൾ ബ്ലഡിൽ കുറച്ച് കാൽസ്യം കൂടി, ഇനി കുറച്ചുകൂടി കൂടാനുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം.
ഇല്ലാത്ത സമയത്ത് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഉള്ള പൈസ കൊണ്ടുപോയി ബാങ്കിൽ ഇടില്ലല്ലോ, നമ്മളത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കും അല്ലേ. അപ്പം നമ്മളുടെ കയ്യിൽ കാൽസ്യം ഇല്ലെങ്കിൽ നമ്മളതൊരിക്കലും സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആര് ചെയ്യുന്നത്, ഈ 2 ഹോർമോൺസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ നോർമൽ ലെവലിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. കാൽസിട്ടോണിൻ എന്താ ചെയ്യുക, രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തിനെ അസ്ഥികളിൽ സംഭരിക്കും. രണ്ടാമതായിട്ട് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അസ്ഥികളിൽ, ഇത് രക്തത്തിലേക്ക് കലരുന്നത് തടയും. ഓക്കെ, ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതെർമോൺ ഉണ്ടാക്കും. പാരാതെർമോൺ എന്താ ചെയ്യുക, പാരാതെർമോൺ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തിന് പുനരാകിരണം, ബ്ലഡിലേക്ക് വീണ്ടും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യും. രണ്ടാമതായിട്ട് അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയും. ഓക്കെ, ഈ 2 ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. ആരെ ക്രമീകരിക്കുന്നത്, കാൽസിട്ടോണിനും പാരാതെർമോണും. ഇതുണ്ടാക്കുന്നത് കാൽസിട്ടോണിൻ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി, പാരാതെർമോൺ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കെല്ലാം സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ പഠിച്ച ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതേ പിടിച്ചോ എന്ന് പറഞ്ഞ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് മാർച്ച് 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഗ്ലാൻഡ് എക്സ്, ഏതാ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഗ്ലാൻഡ് എക്സ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ആ ഹോർമോൺ ഏതാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഫങ്ഷൻ, അവരുടെ ധർമ്മം പറഞ്ഞിട്ടുണ്ട്. എന്താ അവരുടെ ധർമ്മം, റെഡ്യൂസസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ് ഇത്. ആ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയാണ് ഇത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഗ്ലാൻഡ് വൈ, ഗ്രന്ഥി വൈ, അത് ഏതാ ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടില്ല, ഹോർമോൺ ഏതാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ധർമ്മം പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ഓക്കെ, ഇൻക്രീസസ് അല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്, നോർമൽ സാധാരണ അളവ് എത്രയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, എത്രയാണ്, 9 to 11 mg/100 ml. നമുക്ക് 1 മാർക്ക് ഇവിടെ കിട്ടി. എത്ര മാർക്ക് കിട്ടി, 1 മാർക്ക് കിട്ടി. Then which are the hormones indicated as A and B? ഇവിടെ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്. അപ്പം നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏതാണ്, ഇതാണ് കൂട്ടുന്ന ഹോർമോൺ, ഹോർമോൺ ബി. കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്, നമുക്കറിയാം. കൂടിക്കഴിഞ്ഞാൽ ആരാ വരിക, കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുന്ന ആൾ, എവിടേക്കോ പോയി സ്റ്റോറൊക്കെ ചെയ്ത് കുറയ്ക്കുന്ന ആൾ ആരാണ്. ഓക്കെ, കുറയ്ക്കുന്ന ആൾ നമ്മളുടെ കാൽസിട്ടോണിനാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ വൃക്കയിൽ നിന്നൊക്കെ പുനരാകിരണം ചെയ്ത് പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കാത്ത ഹോർമോൺ ഏതാണ്, കിട്ടിയില്ലേ. സോ എ എന്ന് പറയുന്നത് കാൽസ്യം ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ്. കുറയ്ക്കുന്ന ഹോർമോൺ നമ്മളുടെ കാൽസിട്ടോണിൻ. ഓക്കെ, കാൽസിട്ടോണിൻ. ദെൻ കൂട്ടുന്ന ഹോർമോൺ ഏതാ, കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുന്നത് നമ്മളുടെ പാരാതെർമോൺ. ഓക്കെ, ഇനി ഹൗ ഡസ് ദ ഹോർമോൺ എ റെഡ്യൂസസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ഈ ഹോർമോൺ എ അതായത് കാൽസിട്ടോണിൻ എങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത്. നമ്മൾ പറഞ്ഞു കുറയ്ക്കുന്ന ആൾ കാൽസിട്ടോണിൻ, കൂട്ടുന്ന ആൾ പാരാതെർമോൺ, ശരിയാണ്. പക്ഷേ എ എങ്ങനെയാണ് കുറയ്ക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത്. എന്തൊക്കെ ചെയ്യും, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ചെയ്യുക അല്ലേ. ഒന്ന് എന്ത് ചെയ്യും, സ്റ്റോർ എക്സസ് കാൽഷ്യം ഇൻ ബ്ലഡ്, ഇൻ ബോൺ. ബോണിൽ അധികമായിട്ടുള്ള രക്തത്തിൽ അധികമായിട്ടുള്ള കാൽസ്യത്തിനെ ബോണിൽ സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം രക്തത്തിൽ അധികമായിട്ടുള്ള കാൽസ്യത്തിനെ അസ്ഥികളിൽ സംഭരിക്കുന്നു. രണ്ടാമതായിട്ട് എന്താ ചെയ്യുന്നത്, രണ്ടാമതായിട്ട് പ്രിവെൻറ്റ് ദ മിക്സിംഗ് ഓഫ്
കാൽഷ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ്. ബ്ലഡിലേക്ക് ബോണിൽ നിന്ന് കാൽസ്യം മിക്സ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അസ്ഥികളിൽ സംഭരിച്ചിരിക്കുന്ന കാൽസ്യം രക്തത്തിലേക്ക് കലരാതെ തടയുന്നു. ഓക്കെ, സോ എന്താണ്? പ്രിവെൻറ്റ് ദി മിക്സിംഗ് ഓഫ് കാൽഷ്യം stored in bonds to blood. അസ്ഥികളിൽ സംഭരിച്ചിരിക്കുന്ന കാൽസ്യം രക്തത്തിലേക്ക് കലരാതെ തടയുന്നു. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളുടെ കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്ന കാര്യങ്ങൾ. കാൽസിട്ടോണിൻ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഏത് ഗ്ലാൻഡാണ് കാൽസിട്ടോണിൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി. പാരാതെർമോൺ ഉണ്ടാക്കുന്നത് പേരിൽ തന്നെയുണ്ട്, പാരാതൈറോയിഡ് ഗ്രന്ഥി. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ആൻഡ് രക്തത്തിലെ സാധാരണ അളവ് കാൽസ്യത്തിൻ്റെ 9 to 11 mg/100 ml. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം, അതായത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, അല്ലെങ്കിൽ കാൽഷ്യം മെറ്റബോളിസം, അത് ടോപ്പിക്കിൻ്റെ ബൾബ് എല്ലാവർക്കും കത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ ബൾബ് കത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക ബൾബ് കത്തി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാം.